ഇന്നല്ലദീന കഫറു നിശ്ചയം കാഫിര്യങ്ങളായ കൂട്ടര് വസദ്ദു അൻ സബീലില്ലാഹി അവർ അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്തു. വശാഖു റസൂല അവര് റസൂലുള്ളാഹിക്ക് എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. ഐ ഖാലഫൂഹു അതാണ് എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ അവർക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം ഐ ഹുവ മഅന സബീലില്ലാഹി അതാണ് അല്ലാഹുവിന്റെ മാർഗം എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹുദ എന്നാണ്. അങ്ങനത്തെ സന്മാർഗം അവർക്ക് വ്യക്തമായതിന് ശേഷം ലൻ യളുറുല്ലാഹ ശൈഅൻ അവര് അള്ളാഹുവിനെ ഒന്നും തന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല. അവർ മുസ്ലിം ആയില്ല, അവരനുസരിക്കുന്നവരായില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിനക്ക് തടസ്സങ്ങളും വിഷമങ്ങളൊന്നും ഇല്ല, പ്രയാസങ്ങളുമില്ല, അവർ ബുദ്ധിമുട്ടിക്കുകയുമില്ല. വസയുഹിബ്തു അഅമാലഹും ശേഷം അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അവർ ഈ പണിയെടുത്തതിന്റെ പേരിൽ അവരുടെ സൽക്കർമ്മങ്ങളെല്ലാം ഒരു ഫലവുമില്ലാത്തത് ആയിത്തീരും. ഐ യുബ്തിലുഹാ മിൻ സദഖത്തിൻ വനഹ്മിഹാ അത് ആ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും, നിഷ്ഫലമായി പോകും. സദഖയാലും അതുപോലത്തതിനാലുമുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്നല്ലാതെ അവർ അല്ലാഹുവിന്റെ ഈ പ്രവർത്തനം കൊണ്ട് ഒന്നും തന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല. അതിനവർ കാണുകയില്ല, ആഖിറത്തിൽ പ്രതിഫലമൊന്നും കാണില്ല. ഇത് ഇറങ്ങി, ഈ ആയത്തിറങ്ങി അതെ, കുഫാറുകൾക്ക് ബദർ ദിവസം ഭക്ഷണം നൽകിയ കുറച്ച് ആൾക്കാരുണ്ട് യുദ്ധത്തിന് വേണ്ടി. ആ ഭക്ഷണം ഭക്ഷിപ്പിച്ചവരിലായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. പിന്നെ അല്ലെങ്കിൽ ഖുറൈള ഗോത്രക്കാരിലാണ് ഇറങ്ങിയത്, വൻ നുളൈർ ഗോത്രക്കാരിലായിട്ടുമാണ് ഇറങ്ങിയത്. അപ്പോ ഖുറൈള എന്ന് പറയുന്ന ഗോത്രക്കാരും നുളൈർ ഗോത്രക്കാരിലുമായിട്ടാണ്. അവർ രണ്ടുപേരും ജൂത കുടുംബക്കാരാണ്. അവര് റസൂലുള്ളാഹിക്കെതിരെ മദീനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ കൂട്ടരിലായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പൊ അവര് ആർക്കെങ്കിലും ഭക്ഷണം നൽകുകയോ അതുപോലെ നബിയുടെ എതിരാളികൾക്ക് സഹായം കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. അവരിലായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അല്ലെങ്കിൽ ബദർ ദിവസത്തിൽ കുഫാറുകൾക്ക് തീറ്റയും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത ആളുകളിലായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്.